നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കമ്പനി LGSന്റെ പ്രിപ്പറേഷനിലായിരിക്കുമല്ലേ കുറെ പേരല്ല, കൂടുതൽ ആൾക്കാരും കമ്പനി LGSന്റെ പ്രിപ്പറേഷനിലായിരിക്കും. കാരണം എന്താണ്, ഡിഗ്രിക്കാർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ് കമ്പനി LGS. അപ്പൊ കമ്പനി LGSന്റെ പ്രിലിംസും ഉണ്ട്, മെയിൻസും ഉണ്ട്. പ്രിലിംസ് വരുന്നത് ജൂലൈ സെപ്റ്റംബർ മാസം, മെയിൻസ് വരുന്നത് ഒക്ടോബർ ഡിസംബർ. പ്രിലിംസ് കഴിഞ്ഞ ഉടനെ മെയിൻസ് ആണ് വരുന്നത്. അപ്പൊ നിങ്ങൾ പ്രിലിംസിന് വേണ്ടി മാത്രം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നാൽ പോരാ, മെയിൻസിന്റെയും കൂടെ പ്രിപ്പറേഷൻ തുടങ്ങാൻ സമയമായി. പ്രിലിംസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞോ? നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ 50 days പ്രിലിംസിന്റെ ടൈം ടേബിൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വിത്ത് എക്സാംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് കമ്പനി LGS പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി ഒരു 50 ദിവസത്തെ മാസ്റ്റർ റിവിഷൻ പ്ലാൻ. നിങ്ങൾ എങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കണം, ഒരു പ്ലാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതും ഞാൻ തരാം. എസ് എന്നൊന്ന് കമന്റ് ചെയ്യൂ. വേണോന്നുള്ള ആൾക്കാരെ എസ് എന്നൊന്ന് കമന്റ് ചെയ്യൂ. അതും ഞാനൊരു പ്ലാൻ ആയിട്ട് തന്നെ തരാം. ഓക്കെ, ഇതില് ഒരു 50 ദിവസത്തെ മാസ്റ്റർ റിവിഷൻ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അധികം ദിവസങ്ങളില്ല, ദിവസങ്ങൾ ഇങ്ങനെ അടുത്തടുത്ത് വരുന്നു. കമ്പനി LGS പരീക്ഷയ്ക്കുള്ള ദിവസങ്ങൾ അടുത്തടുത്ത് വരുന്നു. അപ്പൊ കമ്പനി LGS മാത്രമല്ല നിങ്ങൾ ആ 10th പ്രിലിംസ് എഴുതാൻ പോകുന്നത്, പിന്നെ എന്തുവാ, ബെഫ്കോ LDയുടെ പ്രിലിംസും ആ 10th പ്രിലിംസിന്റെ കൂടെ തന്നെയാണ്. അപ്പോ ഒന്നും പാളിപ്പോകരുത്, ലക്ഷ്യങ്ങളെല്ലാം കറക്റ്റ് ആയിരിക്കണം. അപ്പൊ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നുണ്ടോ? സിലബസ് മുഴുവൻ എങ്ങനെ റിവിഷൻ ചെയ്യും എന്ന ആധിയിലാണോ നിങ്ങൾ? ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഇനിയുള്ള 50 ദിവസം കൃത്യമായി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ മുൻനിരയിൽ എത്താൻ സാധിക്കും. ഞാൻ LDC പരീക്ഷ പാസ്സായി ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായ ആ വഴികളിലൂടെ നിങ്ങളെ സഹായിക്കാൻ ഹർഷിതം എഡ്യൂടെക്കിന്റെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തുകൊണ്ട് 50 ദിവസം എന്നോട് ഞാൻ ഒരുപാട് ദിവസം ഒന്നും എടുത്തില്ല. 50 ദിവസം, 50 ദിവസത്തെ ഞാൻ 3 ഘട്ടങ്ങളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അപ്പൊ 50 ദിവസം എന്നത് റിവിഷൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. പുതിയ കാര്യങ്ങള് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ പഠിച്ചവ ഉറപ്പിക്കാൻ നിങ്ങൾ ഈ ഒരു 50 ദിവസം ഒന്ന് വിനിയോഗിക്കൂ. ഇപ്പൊ ഈ 50 ദിവസത്തെ ഞാൻ 3 ഘട്ടങ്ങളായി തിരിച്ചു എന്ന് പറഞ്ഞു. ആദ്യത്തെ ഘട്ടം ടോപ്പിക് വൈസ് റിവിഷൻ. ഡേ 1 മുതൽ ഡേ 30 വരെ നിങ്ങൾ ടോപ്പിക് വൈസ് റിവിഷൻ വേണം ചെയ്യാൻ. നിങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ആൾക്കാരല്ലേ. അപ്പൊ നിങ്ങളിപ്പോ പ്രിലിംസിന്റെ ടൈം ടേബിൾ അങ്ങ് എടുക്കുക, പ്രിലിംസിന്റെ സിലബസ് അങ്ങ് എടുക്കുക. അതില് ആ ടോപ്പിക് വൈസ് റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് 30 ദിവസം ചെലവഴിച്ചോളൂ. ആദ്യത്തെ 30 ദിവസം സിലബസിനെ നിങ്ങൾ ഓരോ ഭാഗങ്ങളായി തിരിക്കുക. അതായത് ആദ്യത്തെ ആഴ്ച കേരള ചരിത്രവും ഭൂമിശാസ്ത്രവും പഠിക്കുക, രണ്ടാമത്തെ ആഴ്ച നിങ്ങൾ സയൻസ് പഠിക്കുക, മൂന്നാമത്തെ ആഴ്ച കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ മാത്സ് മെന്റലബിലിറ്റി ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് വിടുക. അപ്പൊ ഓരോ ദിവസവും പഠിക്കുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യം കൂടി നിർബന്ധമായും ചെയ്തു നോക്കണം. ഇനി രണ്ടാമത്തെ ഘട്ടം മോക്ക് ടെസ്റ്റുകളാണ്. ഡേ 31 മുതൽ 45 വരെ ഒരു 15 ദിവസം പൂർണ്ണമായും പരീക്ഷാ പരിശീലനത്തിന് വേണ്ടി നിങ്ങൾ മാറ്റിവെക്കുക. ദിവസവും ചുരുങ്ങിയത് ഒരു മോക്ക് ടെസ്റ്റ് എങ്കിലും OMR ഷീറ്റ് കിട്ടുവാണെങ്കിൽ, OMR ഷീറ്റിലേക്ക് ബുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. OMR ഷീറ്റ് കിട്ടുകയാണെങ്കിൽ അതിൽ തന്നെ ചെയ്ത് ശീലിക്കാൻ നോക്കുക. തെറ്റായ ഭാഗങ്ങൾ അപ്പോൾ തന്നെ, പിന്നൊരു സമയമില്ല, അപ്പോൾ തന്നെ റിവിഷൻ ചെയ്ത് മാറ്റി വെക്കാൻ വേണ്ടി നോക്കുക. ഓക്കെ, അതാണ് ഡേ 31 മുതൽ 45 വരെ ചെയ്യാനുള്ള കാര്യം. ഇനി മൂന്നാമത്തെ ഘട്ടത്തിൽ ഫൈനൽ ടച്ചപ്പ്. ഡേ 46 മുതൽ 50 വരെയുള്ള അവസാനത്തെ 5 ദിവസം ഫൈനൽ ടച്ചപ്പിനുള്ളതാണ്. നിങ്ങൾ 50 ദിവസം കൊണ്ട് പരീക്ഷയ്ക്ക് റെഡിയായി കഴിയണം. എത്രയോ ആവട്ടെ, പരീക്ഷ ജൂലൈയിലാവട്ടെ, കുഴപ്പമില്ല. നിങ്ങൾ 50 ദിവസം ഞാൻ റെഡി, ഇനി പരീക്ഷ എപ്പോ വന്നാലും എഴുതാൻ ഞാൻ റെഡി, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് വരണം. അപ്പൊ 46 മുതൽ 50 വരെയുള്ള ദിവസങ്ങൾ, അവസാനത്തെ 5 ദിവസങ്ങൾ കറണ്ട് അഫയേഴ്സ്, കണക്കിലെ സൂത്രവാക്യം, പെട്ടെന്ന് മറന്നുപോകുന്ന തീയതി എന്നിവ മാത്രം നോക്കുക. പുതിയ ടോപ്പിക് ഈ സമയത്ത് നോക്കരുത്. ഫൈനൽ ടച്ചപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വീണ്ടും 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 എടുത്ത് നോക്കാനുള്ള സമയം, കറണ്ട് അഫയേഴ്സ് നോക്കാൻ, കണക്കിലെ സൂത്രവാക്യങ്ങൾ നോക്കാൻ. ഇത് പരീക്ഷയ്ക്ക് ഞാൻ എഴുതിയിരിക്കും. അങ്ങനെ ഫൈനൽ ടച്ചപ്പ് നടത്തേണ്ട ഘട്ടമാണ് മൂന്നാമത്തെ ഘട്ടം. ഓക്കെ, അപ്പൊ ഈ 50 ദിവസത്തെ ടൈം ടേബിൾ കമ്പനി LGS അല്ലെങ്കിൽ ബെഫ്കോ LD പ്രിലിംസ് എഴുതുന്ന ആൾക്കാരൊന്ന് ഫോളോ ചെയ്യാമോ? ഈ 50 ദിവസത്തെ റിവിഷൻ കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കുന്ന മെറ്റീരിയലുകൾ വേണോ? കമ്പനി LGSന്റെ ബാച്ച് നമുക്ക് റെഡിയാണ്, നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ റെഡിയാണ്. അതുപോലെ LDC
പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ സർക്കാർ ജോലി നേടിയ വഴികളിലൂടെ നിങ്ങളെയും ഞാൻ കൊണ്ടുപോകാം എന്റെ പ്ലാൻ അനുസരിച്ച്. ഇപ്പൊ എത്രയും വേഗം തന്നെ ഹർഷിതം എഡ്യൂടെക് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇപ്പൊ ഐഫോണിലും അതുപോലെ പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്, ആപ്പ് സ്റ്റോറിലും പ്ലേ സ്റ്റോറിലും ലഭ്യമാണ്, കമ്പ്യൂട്ടറിലും യൂസ് ചെയ്യാൻ പറ്റും. ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. അപ്പോ കമ്പനി LGS സ്പെഷ്യൽ ബാച്ച് ഉണ്ട്. 1399 മാത്രമേ കമ്പനി LGSന്റെ സ്പെഷ്യൽ ബാച്ചിന് ഫീസ് വരുന്നുള്ളൂ. അതൊക്കെ നമ്മുടെ ആപ്പില് സ്റ്റോർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത എല്ലാ കോഴ്സിന്റെയും ഡീറ്റെയിൽസ് കിട്ടും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേ. അതുപോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക് ഫാമിലി. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. അപ്പോ മത്സരം നിങ്ങളോട് തന്നെ ആയിരിക്കണം. കൃത്യമായ പ്ലാനിങ്ങും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ ഈ 50 ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു ഓൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിരിക്കാം. ഓക്കെ, എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.